കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി മുതൽ താൻ എപ്പോൾ അപ്സെറ്റ് ആയിരുന്നാലും ഇങ്ങനെയുള്ള സർപ്രൈസ് പ്രതീക്ഷിക്കാം. ഓക്കെ? സ്വരം കാതോർത്ത നേരം മറുപടിയോ മഴയായി. പ്രണയസ്വരം കാതോർത്ത നേരം മറുപടിയോ മഴയായി. അകലെ അകലെ മുകിലലകളെഴുതുമേതേതോ വരികൾ സജലം. തുമ്പത്തെ തുള്ളിക്കുള്ളിൽ നിൻ പ്രിയമുഖമരുമയായി തേടി ഞാൻ. തുമ്പത്തെ തുള്ളിക്കുള്ളിൽ നിൻ പ്രിയമുഖമരുമയായി തേടി ഞാൻ. എന്താ ഇത്? ഞാൻ വാങ്ങിച്ചോണ്ടെന്ന് പോ ഇങ്ങനെ തറയിട്ടിരിക്കുന്നു. അയ്യോ, അങ്ങനെയല്ല ഏട്ടാ, കയ്യിന്ന് താഴെ വീണതാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ പൂവ് ഞാൻ തന്നെ തന്റെ തലയിൽ വെച്ചേരട്ടെ? വഴിയരികെ കാതോർത്ത നേരം മറുപടിയോ മഴയായി. വഴിയരികെ കാതോർത്ത നേരം മറുപടിയോ മഴയായി. സുലഭലഹരിയായി പടരുക നീ കാതോർത്ത നേരം മറുപടിയോ മഴയാ.
അതെന്റെ സ്വപ്നമായിരുന്നോ? എന്താ എന്തു പറ്റി? എന്താ ഇത്ര നേരമായിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. എന്തോ ഉണ്ട്, പറയുന്നേ. അതല്ലേ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞേ. എല്ലാം ഇങ്ങനെ മനസ്സിലൊളിപ്പിച്ച് വെച്ചാ എങ്ങനെയാ? ഒന്ന് തുറന്നു പറയുന്നേ. ഞാനത് പറഞ്ഞാൽ ഏട്ടൻ എന്ത് തോന്നുന്നു എന്തോ. 1 സെക്കൻഡ്. നല്ലൊരു മുഹൂർത്തം നോക്കി ഞങ്ങൾക്കിടയിൽ ആ നല്ല കാര്യം സംഭവിക്കണം. അതിനെന്റെ മനസ്സ് തയ്യാറാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഏട്ടന് മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് പറയണം. പിന്നെ ഒരു ദോഷവും ഏട്ടനുണ്ടാവരുത്. എന്നാലേ ഞാൻ സന്തോഷമായിട്ടിരിക്കൂ. എന്താ വസു, വൈകിട്ട് തലയിലെ മുല്ലപ്പൂ ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ ഇതെവിടുന്നാ വന്നേ? അങ്ങനെയാണെങ്കില് എന്റെ അനിയൻ മുല്ലപ്പൂവും സ്വീറ്റ്സും കൊണ്ടുവന്നും തോന്നുന്നുണ്ടല്ലോ. അപ്പോ സുമംഗലി ഇളയമ്മ സ്മെല്ലെന്ന് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്റെ മൂക്ക് ഒരിക്കലും എന്നെ ചതിക്കില്ല എന്ന് വെച്ച അഭിയേട്ടൻ വസുവേട്ടത്തേക്ക് പൂവും സ്വീറ്റ്സും വാങ്ങിട്ട് വന്നല്ലേ? എന്ന് വെച്ചാ നിന്നെ കട്ടി സ്പീഡല്ല എന്റെ അനിയന് കാര്യങ്ങളില്. അതേ സ്പീഡിൽ നീ എത്തേണ്ട സമയമായിട്ടുണ്ട് വസു. പോ ചേച്ചി. കത്തിരിക്കയും വഴുതിനങ്ങയും ഇപ്പൊ നല്ല കമ്പനിയാണല്ലോ. അതെ ആന്റി, അഭിയേട്ടനും വസുവേട്ടത്തേക്കും ഇടയില് അടുപ്പം ഇങ്ങനെ കൂടിക്കൂടി റൊമാൻസ് സ്റ്റാർട്ട് ആവുന്ന തോന്നുന്നേ. എനിക്ക് സംഭവിക്കാത്തത് അവർക്ക് സംഭവിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് അവർക്ക് രണ്ടുപേർക്കിടയിൽ അടുപ്പം ഞാൻ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് സുമംഗലി എന്നല്ല. ആ വന്നോ? ഇരിക്ക, ഭക്ഷണം എടുത്തു തരാമേ. അല്ല, അനു എവിടെ പോയി? അവളുടനെ എത്തും അമ്മേ. അച്ഛൻ എന്താ ഇതുവരെ താഴോട്ട് വരാതിരിക്കുന്നത് അമ്മേ? എന്താ ഉണ്ണി, അച്ഛനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞങ്ങളുടെ സ്കൂൾ ആനിവേഴ്സറി ഫംഗ്ഷന് അച്ഛൻ പറഞ്ഞല്ലോ വല്യമ്മേ. ഞാൻ പ്രൈസ് മേടിക്കുന്നത് എന്റെ അച്ഛൻ കാണണല്ലോ. നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് മതി ഇവിടെ നല്ലൊരു പ്രശ്നം ഉണ്ടാക്കാൻ. ആന്റി ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? നല്ല ഭക്ഷണം ഉള്ളപ്പോ നീ എന്തിനാ സാമ്പിൾ ചോദിക്കുന്നേ? കുറച്ച് കഴിയുമ്പോ നീ എല്ലാം കാണാൻ പോവല്ലേ. എന്താ മമ്മേ? സ്കൂളിൽ നിനക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ലേ? ഇല്ലല്ലോ. കീർത്തിക്ക്? അവൾക്കും പ്രൈസ് കിട്ടിയില്ല. ഉണ്ണിക്ക് മാത്രമേ കിട്ടിയുള്ളൂ? അതെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാതെ ഉണ്ണിക്ക് മാത്രം എങ്ങനെയാ പ്രൈസ് കിട്ടിയേ? അവൻ നമ്മളെക്കാളും നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട്. അല്ല, ആ ബസു നിങ്ങൾ രണ്ടുപേരെക്കാളും ആ ഉണ്ണിയോടാ കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. അതുമാത്രമല്ല, ഈയിടെയായിട്ട് നിങ്ങളുടെ അച്ഛൻ പോലും നിങ്ങളെക്കാൾ കൂടുതൽ ആ ഉണ്ണിയാ കൊഞ്ചിപ്പിക്കുന്നത്. ഉണ്ണിയോടാ സ്നേഹം കൂടുതലുള്ളത്. നീയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ അച്ഛൻ കൂടുതൽ നേരം ഉണ്ണിയുടെ അടുത്താ ഇരിക്കുന്നേ. ഓരോ ചെറിയ കാര്യത്തിനും ഉണ്ണിയെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളോട് ഉണ്ണിയെ കണ്ടു പഠിക്കണം, അവനെ പോലെ പഠിക്കണം, ഉണ്ണിയെ പോലെ ഡിസിപ്ലിൻ ആയിരിക്കണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ണിക്ക് മുന്നിൽ ചെറുതായി കാട്ടുക. അതുകൊണ്ടാണ് ഉണ്ണി നന്നായിട്ട് പഠിക്കുന്നതും എല്ലാ പ്രൈസും അവരെന്നെ കിട്ടുന്നതും. ഉണ്ണി വീട്ടിൽ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെയല്ലേ നിങ്ങളുടെ അച്ഛൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നേ. നിങ്ങൾ ആരുമായിട്ടും താരതമ്യം ചെയ്തിട്ടേ ഇല്ല.
നിങ്ങളെ തരം താഴ്ത്തി സംസാരിച്ചിട്ടുമില്ല. ഉണ്ണി വന്നതിന് ശേഷം നിങ്ങളുടെ അച്ഛനെയും മാറ്റമൊക്കെ. സ്കൂൾ ഫംഗ്ഷന് നിന്റെ അച്ഛൻ വന്നു എന്ന് കരുതിക്കോ. എല്ലാരോടും പറയും ഉണ്ണിയാണ് അബിയുടെ മകനെന്ന്. നിങ്ങളല്ല, ഉണ്ണിയാണ് ബെസ്റ്റ് എന്നും നിങ്ങൾ വേസ്റ്റ് ആണെന്ന് പറയും. അവസാനം നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തന്നെ ഇല്ലാണ്ടാവും. ആലോചിച്ച് നോക്കിയാനോ? എന്ത് ചെയ്താലാ നിങ്ങളുടെ അച്ഛൻ മാത്രമായിട്ടിരിക്കുമെന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, പോ മോളെ, പോയിക്കോ. എന്താ ആന്റി ഇത്? ചെറിയ കുട്ടികളോട് ഇത്രയും വലിയ കാര്യം പറയുന്നത്? ചെറിയ പാമ്പായാലും വലിയ കമ്പുകൊണ്ട് തന്നെ അടിക്കണം. ഈ അനു ഇല്ലേ, അവൾ ആളത്ര ചില്ലറക്കാരിയല്ല. എനിക്ക് ശേഷം നിനക്ക് ശേഷം ഈ വീട്ടിലെ നെക്സ്റ്റ് ജനറേഷൻ വില്ലെത്തി അവളാ. അവൾക്കൊരു ചെറിയ കാര്യം മതി, അതിന് അവൾ ഊതിപ്പെരുപ്പിക്കും. അങ്ങനെയാണോ? ഇപ്പൊ കാണാൻ പോവല്ലേ, കാണും. അനു, ഈ ചെയറിൽ വന്നിരിക്കെ, 3 പേർക്ക് ഒരുമിച്ച് കഴിക്കാം. എന്താ അനു, നീ ആ ചെയറിൽ പോയിരുന്നത്? ഞങ്ങളുടെ അടുത്തിരിക്കേ. ഞാൻ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് എന്താ? എന്താനു മാഡം, നല്ല ദേഷ്യത്തിലാണല്ലോ. മാഡത്തിന് എപ്പോഴും മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം വസു. വാ അബി, നിനക്ക് വേണ്ടിട്ടാ ഉണ്ണി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ ഉണ്ണി? അച്ഛൻ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലേ അച്ഛാ, സ്കൂളിലെ ഞാനാ ഫസ്റ്റ് വന്നത്, എനിക്ക് പ്രൈസും തരാന്ന് പറഞ്ഞു. ഓ, വെരി ഗുഡ് ബോയ്. ആ, നേരത്തെ ടെൻഷനിൽ ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. കൺഗ്രാറ്റുലേഷൻസ് ഉണ്ണി, വെരി ഗുഡ് ജോബ്, ഗുഡ് ജോബ്. താങ്ക് യു. ബാബാ, പോ. വാവ്, ഫാന്റാസ്റ്റിക്. കണ്ടില്ലേ നിന്റെ അച്ഛൻ എങ്ങനെയാ ഉണ്ണിയെ കുഞ്ചിക്കുന്നതെന്ന്? ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും നിന്നോട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? അനുകീർത്തി, നിങ്ങൾ ഉണ്ണിയേട്ടനെ വേണം ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഏട്ടനെ പോലെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കും പ്രൈസും എല്ലാം വാങ്ങണം, കേട്ടല്ലോ? ഷുവർ അച്ഛാ. വെരി ഗുഡ്. കണ്ടില്ലേ അനു, നിങ്ങളെ 2 പേരോട് ഉണ്ണിയെ കണ്ടു പഠിക്കാൻ പറയാ. ഉണ്ണിയാണ് ഗ്രേറ്റ് എന്നും. അച്ഛാ, സ്കൂളിന്റെ ആനുവൽ ഫംഗ്ഷന് എനിക്ക് പ്രൈസ് തരാന്ന് പറഞ്ഞു. അന്ന് അച്ഛനും അമ്മയും സ്കൂളിലോട്ട് എന്തായാലും വരണം. ഞാൻ പ്രൈസ് മേടിക്കുന്നത് നിങ്ങൾ 2 പേരും കാണണം. അച്ഛൻ വരാൻ പാടില്ല. അന്ന് അച്ഛൻ വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. എന്തു പറ്റിയാനു? എന്താ ഞാൻ സ്കൂളിൽ വരണ്ടെന്ന് പറഞ്ഞേ? അച്ഛൻ എന്റെയും കീർത്തിയുടെ അച്ഛനോ അതോ ഉണ്ണിയുടെ അച്ഛനോ? ഞങ്ങളെക്കാൾ ഉണ്ണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഉണ്ണി ഗ്രേറ്റ്, നമ്മൾ വേസ്റ്റ് എന്നാണോ? ഉണ്ണിയെ മാത്രം പുകഴ്ത്തും. എന്താ, ഞങ്ങൾ അച്ഛന്റെ മക്കളല്ലേ?
വാട്ട്സ് റോങ് വിത്ത് യു അനു? നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഇവള് പറയുന്നതിൽ എന്ത് തെറ്റുണ്ട് അബി? 3 കുട്ടികളെ നീ ഒരേപോലെ കാണുന്നുണ്ടോന്ന് പറയും. വെറുതെ നിങ്ങൾ ഇടയ്ക്കേറി സംസാരിക്കരുത്. അമ്മമ്മ കറക്റ്റ് കാര്യമല്ലേ പറയുന്നത് അച്ഛാ. ഉണ്ണി അധികമായിട്ടും നമ്മളെ കുറച്ചുമായിട്ട് അച്ഛൻ കാണുന്നേ. അങ്ങനെയൊന്നും അല്ലാനു. അച്ഛന് നിങ്ങളെ ഒരുപാട് ഇഷ്ടം. നിങ്ങൾക്ക് ശേഷമല്ലേ ഞാൻ വന്നത്. അതൊക്കെ ശരിയാ. പക്ഷെ നീ വന്നതിന് ശേഷം ഞങ്ങളുടെ അച്ഛൻ മാറിപ്പോയി. ഞങ്ങളെ മറന്നുപോയി. നിന്നെ മാത്രമേ അച്ഛൻ സ്നേഹിക്കുന്നുള്ളൂ. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ലനു. നമ്മളെ 3 പേരെ ഈക്വൽ ആയിട്ടല്ലേ കാണുന്നത്. നിനക്കൊന്നും അറിയില്ല കീർത്തി. നീ മിണ്ടരുത്. നീ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത് അനു. ഡോണ്ട് സ്പീക്ക് നോൺസെൻസ്, ഓക്കേ? ഇല്ല അച്ഛാ, ഞങ്ങളെക്കാൾ ഉണ്ണിയെ അച്ഛൻ ഇഷ്ടം. അച്ഛൻ നാളെ സ്കൂളിലേക്ക് വരുവാണെങ്കിൽ ഞാനിപ്പോ ഡിന്നർ കഴിക്കില്ല. അനു, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും വേണ്ട. സ്കൂളിൽ വരില്ല എന്ന് അച്ഛൻ പറ, അപ്പൊ ഞാൻ കഴിക്കാം. അനു, ഉണ്ണി ഫസ്റ്റ് എത്തിയതാണ്, പ്രൈസും ഉണ്ട്. അപ്പൊ നമ്മൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? അത് തന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേ. അവൻ ഒരു ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ വരണേ. ഇവ ഹോസ്റ്റലിൽ പോയെങ്കിൽ നന്നായിരുന്നേനെ. ഇപ്പൊ തന്നെ ഇവന്റെ ലഗേജ് പുറത്തേക്ക് എറിയണം. അവനെ ഇപ്പൊ തന്നെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞേക്ക്. അവൻ ഈ വീട്ടിൽ വേണ്ട. അനു, ഏട്ടാ, അബി, കുട്ടികളുടെ നേരെയാണോ കയ്യോങ്ങുന്നേ? അടിക്കാൻ പോവാണോ? ഇതൊക്കെ എന്ന് തുടങ്ങിയതാ? അവൾ എന്താ പറഞ്ഞത് നമ്മ കേട്ടതല്ലേ? അവള് കൊച്ചുകുട്ടിയല്ലേ അബി, അറിയാണ്ട് സംസാരിച്ചതാവും. എന്നും പറഞ്ഞ് നീ അടിക്കാൻ കയ്യോങ്ങുന്നോ? ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളായിരിക്കണം, അല്ലാതെ വലിയ വായിൽ സംസാരിക്കരുത്. കീർത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടോ? എന്താ ഉണ്ണി വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുമ്പോ സന്തോഷിക്കല്ലോ. അനു അങ്ങനെ പറയുന്നതിൽ എന്താ തെറ്റ്? ഇളയമേ, ഉണ്ണി പറയുന്നത് വേറെ, അനു പറയുന്നത് വേറെ. അതെ അബി, ഉണ്ണി വന്നതിന് ശേഷം അനു കീർത്തി നിനക്ക് വേറെ ആരോ പോലെയാ. നിങ്ങളിപ്പോ അനുവിനെ പോലെ സംസാരിക്കുന്ന ഇളയമേ. ഈ കാര്യത്തിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ടവി. എന്താ അമ്മേ തെറ്റ്? കുട്ടികൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിച്ച അവൾക്കിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ ആവശ്യമില്ലാതെ ഉണ്ണി ഇങ്ങനെ കുറ്റം പറയുന്നത്? ഈ പ്രായത്തിൽ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാ നാളെ വലുതായി കഴിഞ്ഞാൽ ഇവൾ എന്തൊക്കെ കാണിച്ചു കിട്ടും അമ്മേ? അനു അമ്മയില്ലാത്ത കുട്ടിയാ. എന്താ വസുന്ധര അവളുടെ അമ്മയല്ലേ? അമ്മയെ പോലെ അവളെ ശ്രദ്ധിക്കുന്നില്ലേ? അമ്മയെ പോലെ ഇവരെ നോക്കുന്നില്ലേ? എന്തൊക്കെയായാലും പെറ്റമ്മ പെറ്റമ്മ തന്നെയാ അബി. രണ്ടാനമ്മ എങ്ങനെ പെറ്റമ്മയെ പോലെ നോക്കുന്നേ?